ഹായ്, നമുക്ക് ശാസ്ത്രത്തിലെ പുതിയ ചില കണ്ടെത്തലുകളെക്കുറിച്ച് ലളിതമായി വായിച്ചറിയാം. തെക്കൻ കടലുകളിൽ കാണുന്ന ഒരിനം കൊലയാളി തിമിംഗലങ്ങൾ ഒരുതരം കടൽപ്പായൽ ബുൾകെൽപ്പ് പൊട്ടിച്ചെടുക്കുന്നത് ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. അവ ഈ പായൽ ഉപയോഗിച്ച് പരസ്പരം ശരീരം വൃത്തിയാക്കുന്നു. ഒരു കടൽ ജീവി ഒരു ഉപകരണം ഉണ്ടാക്കി ഉപയോഗിക്കുന്നതിന്റെ ആദ്യത്തെ തെളിവാണിതെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു. അമേരിക്കയിലെ സെന്റർ ഫോർ വെയിൽ സെർച്ച് എന്ന സ്ഥാപനം 2024 ഡ്രോൺ ഉപയോഗിച്ച് എടുത്ത വ്യക്തതയുള്ള വീഡിയോകൾ പരിശോധിച്ചാണ് ഇത് കണ്ടെത്തിയത്. ഈ വീഡിയോകളിൽ തിമിംഗലങ്ങൾ തലകൊണ്ട് ഒരു വെട്ടുകൊടുത്ത് കടൽപ്പായൽ മുറിച്ചെടുക്കുന്നത് കാണാം. അതിനുശേഷം രണ്ടെണ്ണം ചേർന്ന് ഈ പായൽ ബ്രഷ് പോലെ ഉപയോഗിച്ച് ദേഹത്ത് എത്താൻ പ്രയാസമുള്ള ഭാഗങ്ങൾ ഉരച്ച് വൃത്തിയാക്കുന്നു. ഇത് ശരീരം വൃത്തിയാക്കാനും കൂട്ടുകൂടാനും സഹായിക്കുന്നു എന്ന് പഠനത്തിന് നേതൃത്വം നൽകിയ മൈക്കൽ വെയ്സ് പറയുന്നു. ശരീരത്തിൽ കൂടുതൽ അഴുക്കുള്ള തിമിംഗലങ്ങളാണ് ഇത് കൂടുതലായി ചെയ്യുന്നത്. അടുത്ത ബന്ധുക്കളോ ഒരേ പ്രായത്തിലുള്ളവരോ ആണ് ഈ ജോലിക്ക് കൂട്ടുചേരുന്നത്. വംശനാശ ഭീഷണി നേരിടുന്ന ഈ തിമിംഗലങ്ങൾക്കിടയിലുള്ള സൗഹൃദം ശക്തിപ്പെടുത്താൻ ഈ പ്രവൃത്തി സഹായിച്ചേക്കാം. കടലിലെ ജീവികൾ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് വളരെ കുറവാണ്. കടൽനായകൾ കല്ലുകൊണ്ട് കക്ക പൊട്ടിച്ചു തിന്നാറുണ്ട്, നീരാളികൾ ചിരട്ടയുടെ ഉള്ളിൽ ഒളിക്കാറുണ്ട്. എന്നാൽ ഒരുമിച്ച് ഒരു കാര്യത്തിനായി ഒരു ഉപകരണം ഉണ്ടാക്കി ഉപയോഗിക്കുന്നത് ആദ്യമായി കാണുന്നത് ഈ തിമിംഗലങ്ങളിലാണ്. ഈ സ്വഭാവം എത്രത്തോളം സാധാരണമാണെന്നും അത് തിമിംഗലങ്ങളുടെ ആരോഗ്യത്തിന് നല്ലതാണോ എന്നും കണ്ടെത്താൻ ശാസ്ത്രജ്ഞർ ഇനിയും ഒരുപാട് കാലം ഇവയെ നിരീക്ഷിക്കും. പടിഞ്ഞാറൻ ഓസ്ട്രേലിയയിലെ കർട്ടിൻ സർവകലാശാലയിലെ ശാസ്ത്രജ്ഞർ ഒരു ശക്തമായ റേഡിയോ സിഗ്നൽ കണ്ടെത്തി. 1967 മുതൽ പ്രവർത്തനരഹിതമായി കിടക്കുന്ന നാസയുടെ റിലേ 2 എന്ന ഉപഗ്രഹത്തിൽ നിന്നാണ് ഇത് വന്നത്. 2024 ജൂൺ 13 ഓസ്ട്രേലിയയിലുള്ള ഒരു വലിയ ദൂരദർശിനിയാണ് ഈ സിഗ്നൽ പിടിച്ചെടുത്തത്. വളരെ കുറഞ്ഞ നേരത്തേക്ക് ആകാശത്തിലെ മറ്റെല്ലാത്തിനേക്കാളും പ്രകാശമുള്ളതായിരുന്നു ഈ സിഗ്നൽ. അതുകൊണ്ട് ദൂരെയുള്ള ഏതോ ഒരു ബഹിരാകാശ പ്രതിഭാസമാണ് ഇതിന് കാരണമെന്ന് അവർ ആദ്യം കരുതി. എന്നാൽ പിന്നീട് നടത്തിയ പരിശോധനയിൽ ഈ സിഗ്നലിന്റെ ഉറവിടം ഭൂമിയിൽ നിന്ന് വെറും 4500 കിലോമീറ്റർ അകലെയാണെന്ന് മനസ്സിലായി. ഇത് 1964 വിക്ഷേപിച്ച റിലേ 2 ഉപഗ്രഹത്തിന്റെ സഞ്ചാരപാതയായിരുന്നു. ഏകദേശം 60 വർഷമായി ആ ഉപഗ്രഹത്തിലെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നില്ല. അതിനാൽ പുറത്തുനിന്നുള്ള എന്തോ ഒന്നാണ് ഈ പ്രകാശത്തിന് കാരണമായതെന്നാണ് ശാസ്ത്രജ്ഞരുടെ നിഗമനം. ബഹിരാകാശത്ത് ഒഴുകിനടക്കുന്ന ചെറിയ പാറക്കഷ്ണമോ മറ്റോ ഉപഗ്രഹത്തിൽ വന്ന് ഇടിച്ചപ്പോൾ ഉണ്ടായ ഒരുതരം വൈദ്യുത സ്പാർക്കായിരിക്കാം ഇത്. ഈ കണ്ടെത്തൽ സൂചിപ്പിക്കുന്നത് പ്രവർത്തനരഹിതമായ ഉപഗ്രഹങ്ങളിൽ നിന്ന് ഇങ്ങനെയുള്ള ശക്തമായ ഊർജ്ജപ്രവാഹം നമ്മൾ വിചാരിക്കുന്നതിലും സാധാരണമായിരിക്കാം എന്നാണ്. ഭാവിയിൽ വിക്ഷേപിക്കുന്ന ഉപഗ്രഹങ്ങളിൽ ഇത്തരം സംഭവങ്ങൾ കണ്ടെത്താനും പഠിക്കാനും ആവശ്യമായ ഉപകരണങ്ങൾ ഘടിപ്പിക്കണമെന്ന് ഗവേഷകർ പറയുന്നു. ബഹിരാകാശത്തെ അവശിഷ്ടങ്ങൾ എങ്ങനെ കുറയ്ക്കാമെന്നും ഉപഗ്രഹങ്ങളെ എങ്ങനെ സംരക്ഷിക്കാമെന്നും മനസ്സിലാക്കാൻ ഈ വിവരം സഹായിക്കും. വടക്കൻ ചിലിയിലുള്ള വെരാസി റൂബിൻ ഒബ്സർവേറ്ററി ലോകത്തിലെ ഏറ്റവും ശക്തമായ ടെലിസ്കോപ്പാണ്. ജൂൺ 23 അവർ ആദ്യമായി എടുത്ത ചില ചിത്രങ്ങൾ പുറത്തുവിട്ടു. ഭൂമിയിൽ നിന്ന് വളരെ ദൂരെയുള്ള നക്ഷത്രങ്ങൾ ഉണ്ടാകുന്ന 2 നെബുലകളുടെ ട്രൈഫിഡ് ലഗൂൺ ചിത്രങ്ങൾ ഇതിലുണ്ട്. ലക്ഷക്കണക്കിന് ഗാലക്സികൾ ഉൾപ്പെടുന്ന വിർഗോ ക്ലസ്റ്റർ എന്ന ഗാലക്സി കൂട്ടത്തിന്റെ വലിയൊരു ചിത്രവും അവർ പുറത്തുവിട്ടു. ഇതുവരെ നിർമ്മിച്ചതിൽ വച്ച് ഏറ്റവും വലിയ ക്യാമറ 3200 മെഗാപിക്സൽ ഉപയോഗിച്ചാണ് ഈ ചിത്രങ്ങൾ എടുത്തത്. മുമ്പ് ചെറിയൊരു ഭാഗം മാത്രം കാണാൻ കഴിഞ്ഞിരുന്ന സ്ഥലങ്ങളുടെ വളരെ വ്യക്തമായ ചിത്രങ്ങളാണിവ. അമേരിക്കയിലെ പ്രധാന ശാസ്ത്ര സ്ഥാപനങ്ങളുടെ പിന്തുണയോടെയാണ് ഇത് നിർമ്മിച്ചത്. ഈ ദൂരദർശിനിക്ക് വലിയ ക്യാമറയും 8.4 മീറ്റർ വലിപ്പമുള്ള കണ്ണാടിയുമുണ്ട്. ഓരോ 30 സെക്കൻഡിലും ആകാശത്ത് പൂർണ്ണചന്ദ്രന്റെ 45 മടങ്ങ് വലിപ്പമുള്ള ഒരു ഭാഗത്തിന്റെ ചിത്രം എടുക്കാൻ ഇതിന് കഴിയും. പരീക്ഷണഘട്ടത്തിൽ വെറും 10 മണിക്കൂറിനുള്ളിൽ 2104 പുതിയ ചിഹ്നഗ്രഹങ്ങളെ ആസ്റ്ററോയിഡ്സ് ഇത് കണ്ടെത്തി. ദൂരെയുള്ള ഗാലക്സികളെയും നമ്മുടെ സൗരയൂഥത്തിലെ വസ്തുക്കളെയും ഒരുപോലെ കണ്ടെത്താൻ ഇതിന് കഴിവുണ്ടെന്ന് ഇത് തെളിയിക്കുന്നു. ഈ വർഷം അവസാനം ഈ ദൂരദർശിനി ഒരു വലിയ സർവേ തുടങ്ങും. 10 വർഷത്തേക്ക് ഓരോ 3-4 രാത്രി കൂടുമ്പോൾ തെക്കൻ ആകാശം മുഴുവൻ നിരീക്ഷിക്കും. ഓരോ രാത്രിയിലും ഒരുപാട് ഡാറ്റ, ഏകദേശം 20 ടെറാബൈറ്റ് ഇതിൽ നിന്ന് ലഭിക്കും. ഈ സർവേയിലൂടെ ഏകദേശം 1700 കോടി
നക്ഷത്രങ്ങളുടെയും 2000 കോടി ഗാലക്സികളുടെയും ഒരു പട്ടികയുണ്ടാക്കും. ഭൂമിക്ക് അപകടമുണ്ടാക്കാൻ സാധ്യതയുള്ള ചിന്തഗ്രഹങ്ങളെ കണ്ടെത്താനും പ്രപഞ്ചത്തിലെ ഡാർക്ക് മാറ്റർ, ഡാർക്ക് എനർജി എന്നിവയെക്കുറിച്ച് പഠിക്കാനും പ്രപഞ്ചത്തിന്റെ ഏറ്റവും വിശദമായ ഒരു വീഡിയോ തയ്യാറാക്കാനും ഈ വിവരങ്ങൾ ഉപയോഗിക്കും. കെനിയയിലെ കൃഷി മന്ത്രാലയം 77 തരം കീടനാശിനികൾ വിപണിയിൽ നിന്ന് ഉടൻ പിൻവലിക്കാൻ ഉത്തരവിട്ടു. മനുഷ്യന്റെ ആരോഗ്യത്തിനും വിളകൾക്കും കന്നുകാലികൾക്കും പരിസ്ഥിതിക്കും ദോഷകരമായ രാസവസ്തുക്കൾ ഇവയിൽ അടങ്ങിയിട്ടുണ്ടെന്ന് സർക്കാർ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയതിനെ തുടർന്നാണിത്. അടിക്കടിയുണ്ടാകുന്ന പേടിസ്വപ്നങ്ങൾ ശരീരം വേഗത്തിൽ പ്രായമാകുന്നതിനും നേരത്തെയുള്ള മരണത്തിനും കാരണമായേക്കാമെന്ന് ഒരു വലിയ പഠനം പറയുന്നു. ലണ്ടനിലെ ഇംപീരിയൽ കോളേജിലെ ഡോ. അബിദേമി ഒദൈകുവിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ ഗവേഷണം. ഏകദേശം 2 ലക്ഷത്തോളം മുതിർന്നവരെയും 2000-ലധികം കുട്ടികളെയും 19 വർഷത്തോളം നിരീക്ഷിച്ചാണ് ഈ നിഗമനത്തിലെത്തിയത്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും പേടിസ്വപ്നം കാണുന്ന മുതിർന്നവർ അല്ലാത്തവരെ അപേക്ഷിച്ച് 70 വയസ്സിന് മുമ്പ് മരിക്കാനുള്ള സാധ്യത 3 ഇരട്ടി കൂടുതലാണ്. പുകവലി, അമിതവണ്ണം, മോശം ഭക്ഷണം, വ്യായാമമില്ലായ്മ എന്നിവയേക്കാൾ വലിയൊരു കാരണമാണ് പേടിസ്വപ്നങ്ങൾ എന്ന് പഠനം കണ്ടെത്തി. നമ്മുടെ കോശങ്ങൾ എത്ര വേഗത്തിൽ പ്രായമാകുന്നു എന്ന് ചില പരിശോധനകളിലൂടെ അവർ അളന്നു. സ്ഥിരമായി പേടിസ്വപ്നം കാണുന്നവരുടെ കോശങ്ങൾ വേഗത്തിൽ പ്രായമാകുന്നതായി കണ്ടെത്തി. വർദ്ധിച്ച മരണസാധ്യതയുടെ ഏകദേശം 40% ഈ വേഗത്തിലുള്ള പ്രായമാകൽ കാരണമാണ്. ഇതിന് 2 പ്രധാന കാരണങ്ങളാണ് ഗവേഷകർ പറയുന്നത്. പേടിസ്വപ്നങ്ങൾ കാണുമ്പോൾ നമ്മുടെ ശരീരത്തിൽ മാനസിക സമ്മർദ്ദം കൂട്ടുന്ന കോർട്ടിസോൾ എന്ന ഹോർമോൺ ഒരുപാട് ഉണ്ടാകുന്നു. കൂടാതെ ഉറക്കം ശരിയാകാത്തതുകൊണ്ട് രാത്രിയിൽ ശരീരം സ്വയം നന്നാക്കുന്ന പ്രക്രിയ തടസ്സപ്പെടുന്നു. നല്ല ഉറക്കശീലങ്ങൾ, മാനസിക പിരിമുറുക്കം കുറയ്ക്കൽ, വിഷാദത്തിനോ ഉത്കണ്ഠയ്ക്കോ ചികിത്സ തേടൽ എന്നിവയിലൂടെ പേടിസ്വപ്നങ്ങൾ കുറയ്ക്കാൻ കഴിയുമെന്ന് അവർ പറയുന്നു. ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനിയുടെ ആകാശത്തിലെ പല വസ്തുക്കളുടെയും അതിശയകരമായ ചിത്രങ്ങൾ പുറത്തുവിട്ടു. ഇത് പ്രപഞ്ചത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്നു. സ്വർണ്ണ നിറത്തിൽ കാണുന്ന ശനി, വ്യാഴം, സദേൺ റിംഗ് നെബുല എന്നിവയുടെയെല്ലാം മനോഹരമായ ചിത്രങ്ങൾ ഇതിലുണ്ട്. തമ്മിൽ കൂട്ടിയിടിക്കുന്ന 2 ഗാലക്സികളുടെ പുതിയ ചിത്രങ്ങളും ഇത് നൽകി. വളരെ ദൂരെയുള്ള NGC 1300 എന്ന ഗാലക്സിയുടെ വ്യക്തമായ ചിത്രവും എടുത്തു. അതോടൊപ്പം നമ്മുടെ ഗാലക്സിയായ ആകാശഗംഗയിലെ 8.4 കോടി നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന ഒരു വലിയ ചിത്രവും ഈ ദൂരദർശിനി പകർത്തി. ഈ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു.